പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ഈ വലിയൊരു ശുശ്രൂഷയുടെ ഭാഗമായി തിരഞ്ഞെടുത്ത് നമ്മളെ ചേർത്തിരുത്തിയിരിക്കുകയാണ്. കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവ് ഈ കാലഘട്ടത്തിൽ നമുക്കതാണ് ആവശ്യം. നമ്മൾ അതിനു വേണ്ടി കൃത്യമായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയം നമ്മൾ പങ്കെടുക്കുമ്പോൾ തന്നെ അപ്പസ്തോല പ്രവർത്തനം 10:44 പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരെല്ലാവരുടെ മേൽ വന്നു. ആ വചനത്തിൻ്റെ ശക്തി നമ്മളും അനുഭവിക്കുകയാണ്. നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യാവുന്നൊരു വലിയൊരു ശുശ്രൂഷ, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഒന്ന് വിളിക്കണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് അങ്ങയുടെ അത്ഭുതകരമായ ശക്തി എനിക്ക് അനുഭവിക്കണം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നിന്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ഹൃദയത്തിലെ വികാര വിചാരങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുക. സങ്കീർത്തനം 119 വചനം 26, എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ കർത്താവ് എനിക്ക് ഉത്തരമരുളി. സങ്കീർത്തന വചനം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ എന്താണോ അത് ഈശോയുടെ മുമ്പിൽ വിവരിക്കുക. ഈശോയോട് പറയുക, ഈശോ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ. കർത്താവെ, അങ്ങ് എന്നിൽ അത്ഭുതകരമായി പ്രവർത്തിക്കണമേ. വിശ്വസിക്കുക, കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുന്ന സമയമാണ്. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചു, കണ്ണുകളടച്ചു, എത്രത്തോളം കൈകൾ ഉയർത്താമോ അത്രത്തോളം ഉയർത്തിപ്പിടിച്ചു നമ്മൾ നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഇടപെടുന്ന സമയമാണ്. ആത്മാവിൻ്റെ ശക്തി, അത്യുന്നതൻ്റെ ശക്തി നമ്മൾ പ്രാപിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. അറിയാവുന്നതുപോലെ എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. വലിയൊരു ദൈവിക ശക്തി ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും വെളിപ്പെടട്ടെ. വലിയൊരു ദൈവിക കൃപ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ കർത്താവിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയെയും അത്ഭുതകരമായിട്ട് നയിക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം, 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 പ്രാർത്ഥിക്കാം. കയ്യൊക്കെ അടിച്ച് ചേർന്ന് പാടി നമ്മൾ പ്രാർത്ഥിക്കുക. ആമേൻ. ചേർന്ന് കൈയടിച്ചേ ശക്തിയോടെ. ആത്മാവിൻ ശക്തി, ആമേൻ. അത്യുന്നത ശക്തി, Yes. പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആമേൻ, ആമേൻ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 കൈകൾ ഉയർത്തി കൈയടിച്ച് പാടി സന്തോഷത്തോടെ ചേർന്ന് പാടി. The mighty power, the mighty anointing സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേകക്കാറ്റായി വീശണമേ. സംഭവിക്കട്ടെ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേകക്കാറ്റായി വീശണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറക്കണമേ. പാപശക്തിയെ തകർത്തിടാൻ, പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറക്കണമേ. കൈകളടിച്ച് ചാടിത്തുള്ളി പാടി. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ,
സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. പടരട്ടെ, ആമേൻ, ആമേൻ. പടരട്ടെ, Yes. എന്നിൽ കത്തിപ്പടരട്ടെ. ആത്മാവേ ചേർന്ന് കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ. കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ. എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ കത്തിപ്പടരണമേ, ഭവിക്കണമേ. കത്തിപ്പടരണമേ, ആമേൻ. എന്നിൽ കത്തിപ്പടരണമേ. യേശുവേ. പരിശുദ്ധാത്മാവേ ഓ ഹോളി സ്പിരിറ്റ്, എന്നിൽ നിറയണമേ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിൽ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കത്തിപ്പടരണമേ. പടരട്ടെ. പരിശുദ്ധാത്മാവേ ആത്മാവേ എന്നിൽ നിറയണമേ. നിറയണമേ. പരിശുദ്ധാത്മാവേ ആത്മാവേ എന്നിൽ നിറയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചോ, സ്തുതിച്ചോ, സ്തുതിച്ചോ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ചോ. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. ഒരു പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. സകല തടസ്സങ്ങളും മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ആരാധന, 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 ആരാധന. Praise the Lord. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി ഇതാ ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെ മേലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ദ മൈറ്റി അനോയിന്റിങ്, അത്ഭുതകരമായ അധിക അഭിഷേകം നമുക്കെല്ലാവർക്കും അനുഭവിക്കുന്ന സമയമാണ്. നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൈകളൊക്കെ ഒന്നിങ്ങനെ കൂപ്പിപ്പിടിച്ചേ, എന്നിട്ട് സന്തോഷത്തോടെ ഇങ്ങോട്ട് നോക്കിക്കേ. എന്നിട്ട് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തൊക്കെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് അവരോടൊരു സ്തുതി കൊടുത്തേ. ഈശോയുടെ വലിയ സ്നേഹത്തിന്റെ ഒരു സ്തുതി അവർക്ക് കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാ ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിനത്തിൽ നമുക്ക് വേണ്ടി ശക്തമായ ഒരു കൃപ അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ 4-ാം അധ്യായം സമ്മാനിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ ഇതാ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. അതായത് അവരെന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, എന്തായിരുന്നു അവരുടെ പ്രാർത്ഥനാ രീതി എന്ന് മനസ്സിലാക്കുവാൻ ഈ വചനഭാഗം നമ്മളെ സഹായിക്കും. എന്ന് മാത്രമല്ല, നമ്മുടെ അനുദിന ജീവിത ശൈലികളിൽ നമുക്കുണ്ടായിരിക്കേണ്ട പ്രാർത്ഥനാ രീതി, എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് 4-ാം അധ്യായം അതിൻ്റെ 30-ഉം 31-ഉം തിരുവചനം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4 വേഴ്സ് 30 and 31. 30-ഉം 31-ാം തിരുവചനവും. വചനം ഇങ്ങനെയാണ്: അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. 31-ാം വചനം: പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ആദിമ ക്രൈസ്തവ സമൂഹം ജീവിതത്തിൻ്റെ ഞെരുക്കത്തിൽ അവരെന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? അവരുടെ പ്രാർത്ഥനാ വിഷയം എന്തായിരുന്നു? കൃത്യം വ്യക്തമാണ്. അവർ പ്രാർത്ഥിച്ചത് മുഴുവൻ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. അവരുടെ മുമ്പിലുള്ള ഞെരുക്കങ്ങളും പ്രശ്നങ്ങളും അവർ പ്രശ്നപരിഹാരത്തിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ല, മറിച്ച് അവർ ഫോക്കസ് ചെയ്തത് മുഴുവൻ പരിശുദ്ധാത്മാവിനെയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി അവരാവർത്തിച്ചാവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത് പറയുമ്പോൾ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രിയരെ, നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? അല്ല, ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രാർത്ഥനാ രീതി എന്താണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയം? ജീവിതത്തിൽ പല പല കാര്യങ്ങളുടെ മുമ്പിൽ എന്തു ചെയ്യണമെന്നറിയാതെ നമ്മൾ വിഷമിക്കുന്നുണ്ട്. സങ്കീർത്തകനായ ദാവീദ്
സങ്കീർത്തനം 121 നമ്മുടെ മുമ്പിൽ നമ്മുടെ ജീവിത അവസ്ഥയാണ് വിവരിക്കുന്നത്. നമുക്ക് പരിചയമുണ്ട് എങ്കിലും ഇപ്പോൾ ഒന്ന് വായിക്കാം. സങ്കീർത്തനം 121 അതിൻ്റെ 1 മുതലുള്ള വചനം. അവിടെ സങ്കീർത്തകനായ ദാവീദിൻ്റെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെയാണ്: പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഒരു ചോദ്യത്തോടു കൂടിയാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്നിട്ട് ഇതാ ഉത്തരം: എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: ആരെന്നെ സഹായിക്കും? ആർക്കെന്നെ മനസ്സിലാവും? ആരെൻ്റെ കൂടെ നിൽക്കും? ആരെന്നെ ആശ്വസിപ്പിക്കും? ആര് കൂടെയുണ്ടാവും? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ ആരാ കൂടെ ഉണ്ടായിരുന്നേ? നമുക്ക് പലപ്പോഴും പലരും പറയും, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ബ്രോ ഞാൻ കൂടെ ഉണ്ടാവും, അല്ലേ എന്ന് പറയുന്ന ബ്രോ എന്നൊക്കെ. എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ചങ്ക് ഞങ്ങൾ കൂടെ ഉണ്ടാവും. പറച്ചിലൊക്കെ ഉണ്ട്. ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ആര് കൂടെ ഉണ്ടാവും? ആർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരാവശ്യം വന്നാൽ ആര് സഹായിക്കാൻ പറ്റും? മനുഷ്യൻ്റെ സഹായങ്ങൾക്ക് ഒരു പരിമിതികളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയെ സഹായിക്കാനോ ആ വ്യക്തിയുടെ ആശ്വാസം നൽകാനോ നമുക്ക് പറ്റത്തില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ. അധിക നാളായിട്ടില്ല, ഒരു ചെറുപ്പക്കാരൻ, അവന് ഒത്തിരി കൂട്ടുകാരുള്ള ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ഒരുത്തനാണ്. എന്നാൽ ഇവനെ ഒരു പ്രശ്നത്തോട് ബന്ധപ്പെട്ട് പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ച് പ്രശ്നം രൂക്ഷമായി. ആ സാഹചര്യത്തിൽ ഈ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ ഇവൻ പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, ആ രാത്രിയിൽ എന്നെ പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പല തരത്തിലുള്ള അസ്വസ്ഥതകളിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. എൻ്റെ വീട്ടുകാർ പലരെയും വിളിക്കുന്നുണ്ട്, MLA-മാരെ, MP-മാരെ തുടങ്ങി പലരെയും വിളിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ പ്രശ്നത്തോട് ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി: എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യനും പറ്റത്തില്ല. ആ രാത്രിയിലാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. ഇത്രയും നാൾ എൻ്റെ ചിന്ത, എനിക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട്, എൻ്റെ കുടുംബം പാരമ്പര്യമുള്ളതാണ്, എൻ്റെ അങ്കിൾ ഇന്നയാളാണ്, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള ഒരാളുണ്ട്, ഇന്ന രാഷ്ട്രീയക്കാരനുണ്ട്, ഇന്ന സാമ്പത്തിക ശേഷിയുള്ള ആളുണ്ട്, ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ഉണ്ടാവും. എന്നാൽ ആ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇരിക്കുമ്പോൾ, ആ തണുത്ത് മരവിച്ച ആ തറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ബോധ്യം വന്നു: ഈ ഭൂമിയിൽ നമ്മൾ കണ്ടതും കേട്ടതുമായ മനുഷ്യർക്കൊന്നും നമ്മളെ അടിസ്ഥാനപരമായി സഹായിക്കാൻ പറ്റിയല്ല. വാക്കുകൾ കൊണ്ട് പലരും കൂടെ വരും. ഇവിടെ സങ്കീർത്തകനായ ദാവീദ് ഈ ചോദ്യമാണ് ചോദിക്കുന്നത്: പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, ആർക്കെന്നെ സഹായിക്കാൻ പറ്റും? ആർക്കെൻ്റെ കൂടെ നിൽക്കാൻ പറ്റും? ആരെന്നെ സഹായിക്കും? ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? ആരെന്നെ സഹായിക്കും? സങ്കീർത്തകൻ തന്നെ ഉത്തരം പറയുന്നു: ഇതാ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ കർത്താവിൽ നിന്ന് എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയരെ, 2 കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, കണ്ണൊന്ന് അടച്ചേ, എന്നിട്ടൊന്ന് ദൈവസന്നിധിയിൽ നിൻ്റെ ഇന്നത്തെ അവസ്ഥ, ഒരുപക്ഷെ ആരും സഹായമില്ലാതെ വല്ലാണ്ട് വിഷമിക്കുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടാവും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച്, കർത്താവേ, എൻ്റെ ജീവിത സാഹചര്യമാണ് ഞാൻ സമർപ്പിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ഞെരുക്കത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു. കർത്താവേ, എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ, ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞ് അതാണ് എൻ്റെ സന്തോഷം. കർത്താവ്, ഞാൻ വിശ്വസിക്കുകയാണ്, എനിക്കാരും സഹായമില്ല ഈ ഭൂമിയിൽ, എന്നാൽ സ്വർഗത്തിൽ നിന്ന് എനിക്കൊരു സഹായം ലഭിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈ വരികളൊന്ന് ധ്യാനിച്ചൊന്ന് പാടിക്കേ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ചിന്തിച്ചു നോക്കിക്കേ, ആരും സഹായമില്ല ഈ ഭൂമിയിൽ. ആ ഉള്ളവരൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്, അവർ കണ്ടും കാണാതെയും കടന്നു പോകുന്നു. കരങ്ങൾ ഉയർത്തി ആ വരികളൊന്ന് പാടി നോക്കിക്കേ. ആരും
സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എനിക്കൊരു സഹായകനുണ്ട്. സ്വർഗം തരുന്നൊരു സഹായകനാണ്, അതെന്റെ പരിശുദ്ധാത്മാവാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവജനമേ, എങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ പറ്റുമോ അതുപോലെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്നൊന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ആത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടട്ടെ. പോരാ 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 പോരാ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകനുണ്ട്. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. Praise the Lord. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനം 121. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധിക്കുമെങ്കിൽ ഒരു പേപ്പറിൽ ഈ സങ്കീർത്തനം 121 എഴുതി വെക്കണം. എന്നിട്ട് എല്ലാ ദിവസവും ഇത് വായിക്കണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരാർക്കെങ്കിലും ഈ ഭൂമിയിൽ എന്നെ ആര് സഹായിക്കും, എൻ്റെ കൂടെ ആര് നിൽക്കും, ആരെന്നെ ആശ്വസിപ്പിക്കും, ആർക്കെന്നെ മനസ്സിലാകും എന്നിങ്ങനെ 100,000 ചോദ്യങ്ങളോടെ വിഷമിക്കുന്നെങ്കിൽ സങ്കീർത്തനം 121 നിനക്കുള്ളൊരു ഉത്തരമാണ്. ആ സങ്കീർത്തനം 121 നമ്മൾ ചെല്ലുവാണ്. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ഞാൻ അത് ചൊല്ലിത്തരുമ്പോൾ നിങ്ങളത് ഇരിക്കുന്ന സ്ഥലത്ത് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. ഉച്ചത്തിൽ ഏറ്റു ചൊല്ലിക്കണം. സങ്കീർത്തനം 121. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ആകാശവും ഭൂമിയും കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. നല്ല വചനല്ലേ? നല്ല കൈയടി. ഹല്ലേലൂയ. അപ്പൊ ഈ പറഞ്ഞതുപോലെ സങ്കീർത്തനം അതൊരു പേപ്പറിൽ എഴുതി വെക്കണം. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഒക്കെ ഈ സങ്കീർത്തനം 121 പല സമയങ്ങളായിട്ട് നമ്മളോട് തന്നെ പറഞ്ഞ്, കർത്താവ് എനിക്കൊരു സഹായകനെ തന്നിട്ടുണ്ട്, അത് പരിശുദ്ധാത്മാവാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്ന ആരെന്നെ സഹായിക്കും? ആരും ഇല്ലെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ സ്വർഗത്തിൽ നിന്നൊരു ശക്തി സഹായമുണ്ട്, അതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 46 അതിൻ്റെ 1-ാം തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 46 46-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിൽ ഇതാ സങ്കീർത്തകനായ ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത്: ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. കണ്ടോ, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. എന്നിട്ട് പറയുക കഷ്ടതകളിൽ, അതായത് ഞെരുക്കമുണ്ടാകുമ്പോൾ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണെന്ന്, നിശ്ചയമാണെന്ന്, സുനിശ്ചിതമാണ്. ചിലപ്പോൾ സഹായിച്ചേക്കാം, ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം, അതല്ല, മറിച്ച് സുനിശ്ചിതമായ തുണയാണ്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകൻ 41-ാം അധ്യായം വേഴ്സ് 10, 41-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും
സഹായിക്കുകയും ചെയ്യും. കണ്ടോ കണ്ടോ കണ്ടോ, വചനം പറയുന്നത് സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ഇപ്പോൾ ഈ വചനം ഏറ്റെടുത്തോണം കേട്ടോ. ഇത് നമുക്ക് വേണ്ടി കർത്താവ് തരുന്ന വചനമാണ്. ഇതങ്ങോട്ട് ഈ സ്വന്തമാക്കണം, ഏറ്റെടുക്കണമെന്ന് പറയും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും നിന്നെ ശക്തിപ്പെടുത്തുകയും അടുത്ത എന്താണ്, സഹായിക്കുകയും ചെയ്യും. ശക്തിപ്പെടുത്തുക മാത്രമല്ല, നിന്നെ സഹായിക്കും. യെസ്, ഐ വിൽ ഹെൽപ്പ് യു. നിന്നെ സഹായിക്കും. എന്തിനു വേണ്ടി സഹായിക്കും? എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിനെ കുറിച്ച് ഹെബ്രാ ലേഖനം 4-ാം അധ്യായം 16-ാം തിരുവചനം, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്, കൃപാവരം, പരിശുദ്ധാത്മാവ്. അതായത് വേണ്ട സമയത്ത് നമ്മുടെ ബലഹീനത, നമ്മുടെ പാപം, നമ്മുടെ ഭാരങ്ങൾ, ജീവിതത്തിലെ ഞെരുക്കങ്ങളിൽ ആരെന്നെ സഹായിക്കുമെന്നിങ്ങനെ സങ്കടപ്പെടുമ്പോൾ വചനം പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവിന് വട്ടം പിടിക്കണം. നമ്മുടെ പ്രാർത്ഥനാ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മേഖലയാണ് ഈ തിരുവചനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. നിന്നെ സഹായിക്കാൻ ഒരു സഹായകനുണ്ട്, പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ നീ ആശ്രയിക്കണമെന്ന്, എപ്പോഴും പരിശുദ്ധാത്മാവിനോട് സ്നേഹബന്ധം കൊണ്ടു നടക്കണമെന്ന്. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ, ഇന്നത്തെ വിശുദ്ധനല്ലേ, പ്രിയപ്പെട്ട വിശുദ്ധനാണ്. ഈ വിശുദ്ധനായ മാർപ്പാപ്പ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു കൊച്ചു വർത്തമാനം പോലെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കുഞ്ഞു പ്രാർത്ഥനയുണ്ട്. എന്നാണെന്നറിയോ? കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക. അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരുന്നു, പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക. അപ്പോൾ ശ്രദ്ധിച്ചേ, ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ പ്രാർത്ഥന എന്തിനെക്കുറിച്ചാ? പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയരെ, നമ്മുടെ പ്രാർത്ഥന എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? പരിശുദ്ധാത്മാവിന് വേണ്ടിയായിരിക്കണം. ആദിമ ക്രൈസ്തവ സമൂഹം നമ്മളെ ഇന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളുണ്ടാവും, പലവിധ അസ്വസ്ഥതകളുണ്ടാവും. അപ്പം നമ്മൾ എന്തു ചെയ്യണം? ആ അസ്വസ്ഥതകളുടെ നടുവിൽ അസ്വസ്ഥതയെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലേ? നീ പ്രശ്നത്തിലോട്ട് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ ഈ പ്രശ്നത്തെ മറികടക്കാൻ നിന്നെ സഹായിക്കുന്ന സഹായകനുണ്ടെന്ന്. ആ സഹായകനോട് നീ പറയണം, സഹായകാ, ദേ എനിക്ക് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ജീവിത അവസ്ഥ ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവെ നീ ഇടപെടണം. അപ്പം നമ്മൾ ഈ പരിശുദ്ധാത്മാവിനോട് പറയുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായൊരു ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാവും. ഇത് നമ്മളെ പഠിപ്പിച്ച അധ്യായമാണ് അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4. കാരണം ഈ 4-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ മതപീഡനം ആരംഭിച്ചു. 4-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് ഒന്ന് നോക്കിയേ, പത്രോസും യോഹന്നാനും സംഘത്തിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുക. അപ്പസ്തോല പ്രവർത്തന 2-ാം അധ്യായത്തിൽ നമുക്കറിയാം, പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തോടുകൂടി എത്ര പേര് മാനസാന്തരപ്പെട്ടു? 3000-ഓളം പേര്. ദേ 2-ാം അധ്യായം കഴിഞ്ഞ് 3-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഇതാ പത്രോസ് ലീഹായിലൂടെ സംഭവിക്കപ്പെട്ട ഒരു അത്ഭുതം. ആ അത്ഭുതം കണ്ട് സാക്ഷ്യം വഹിച്ചവർ 2000-ഓളം പേര്. ഇപ്പം എത്രയായി? 5000-ഓളം പേര് ഇതാ ക്രൈസ്തവ ജനതയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അധികാരികൾക്ക് പിടിക്കുമോ? അവരസ്വസ്ഥരായി. ഇവന്മാർ രണ്ടുപേരെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ വചനഭാഗം ഒന്ന് വായിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 5-ാം തിരുവചനം. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ ആസാഫും കയ്യപ്പാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതൻ്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. 7-ാം വചനം. അപ്പസ്തോലന്മാർ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്തധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങളിത് പ്രവർത്തിച്ചത്? ചോദ്യം അതാണ്. പത്രോസേ, യോഹന്നാനെ, നിങ്ങൾ ഇത് എന്തധികാരം?
ഇത് ചെയ്യാൻ, ഇങ്ങനെ പ്രസംഗിക്കാൻ, ഇങ്ങനെ ആളെ കൂട്ടാൻ നിങ്ങൾക്ക് എന്നാ അധികാരം? നിങ്ങൾക്ക് എന്നാ അധികാരം? അപ്പം ഈ ചോദ്യം കേട്ട് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഒരുമാതിരിപ്പെട്ടവൻ ഇട്ടിട്ട് പൊക്കൊള്ളണം. എന്നാൽ പത്രോസ് പറയുന്നൊരു ഉത്തരവുണ്ട്. 8-ാം വചനം. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു. എങ്ങനെയാ? വെറും മീൻപിടുത്തക്കാരൻ്റെ ഉത്തരമല്ല അവിടെ പത്രോസ് കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ് എന്തുത്തരം കുറച്ചു? വചനം പറയുന്നത്, ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്, എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തി എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞു കൊള്ളട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വീടുപണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നുവെന്നും ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയാ. എൻ്റെ പ്രിയരെ, പത്രോസിനെ യോഹന്നാനെ അറസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുക. എന്നിട്ട് അധികാരികളെ ചോദ്യത്തോട് ചോദ്യം. എടാ, നിനക്ക് എന്തധികാരം? നീ ഇങ്ങനെ പ്രസംഗിക്കണം എന്താടാ? ഇങ്ങനെ 100,000 ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് കണ്ടില്ലേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസിൻ്റെ സംഭാഷണ രീതികൾക്ക് വ്യത്യാസം. ഇത് ആരെ? പത്രോസ് പാവപ്പെട്ടവൻ, വിദ്യാഭ്യാസമൊന്നും ഇല്ലെന്ന്, പാവപ്പെട്ടൊരു മുക്കുവൻ. ഇവൻ്റെ ഭാഷ കേട്ടില്ലേ? ഇവൻ്റെ ശൈലി കണ്ടില്ലേ? ഇവൻ്റെ പ്രസംഗം കണ്ടില്ലേ? എന്താ പ്രസംഗം അല്ലേ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നിവർന്ന് നിന്ന് നാട്ടല്ലോടുകൂടിയാ പറയണത്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, എടാ, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല കേട്ടോ. അത് പറഞ്ഞു കൊടുക്കണം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയാ. ഇങ്ങനെ ഈ പത്രോസ് പ്രസംഗിച്ചപ്പോൾ കേട്ട് നിന്ന ആളുകളുടെ ഒരു അഭിപ്രായ പ്രകടനം വചനത്തിൽ എഴുതിയിട്ടുണ്ട്. 4-ാം അധ്യായം 13-ാം തിരുവചനം. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും, എന്ത് കണ്ടു? ധൈര്യം. അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ, അവർ വിദ്യാവിഹീനരാണ്, സ്കൂൾ വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടില്ലെന്ന്, മര്യാദയ്ക്ക് എഴുത്തും വായന അറിയത്തില്ലെന്ന്, മീൻപിടുത്തക്കാർ, പാവപ്പെട്ടവർ, അവർ വിദ്യാവിഹീനരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോടുകൂടി ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ അധികാരികൾക്ക് തന്നെ അത്ഭുതമായിപ്പോയി. ചേടാ, ഇതെന്ത് പരിപാടി? ഇവന്മാര്, ഈ വിദ്യയില്ലാത്തവര്, ഇവരുടെ ജീവിതത്തിൽ ഈ ഞെരുക്കത്തിനിടയിൽ ഇവരിതെന്തോ പ്രസംഗിക്കുന്നേ. പത്രോസ് യോഹന്നാന്റെ പ്രസംഗം അടിസ്ഥാനം എന്തായിരുന്നു? പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. പരിശുദ്ധാത്മാവ് നയിക്കുന്ന വ്യക്തിയുടെ ജീവിത ശൈലികൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം, ഈ പത്രോസും യോഹന്നാനും ഇവരെ പിടിച്ചകത്തിട്ടപ്പോൾ ദൈവജനം എന്ത് ചെയ്യായിരുന്നു? ദൈവജനം പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവജനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ പല മേഖലകളിൽ ഈ കാര്യം എഴുതിയിട്ടുണ്ട്. അതൊരു ആദിമ ക്രൈസ്തവരുടെ വലിയൊരു ശൈലി തന്നെയായിരുന്നു. 12-ാം അധ്യായം 5-ാം വചനം വായിച്ച്. 12:5 അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം 5-ാം വചനം. അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവന് വേണ്ടി ദൈവത്തോട് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കണ്ടോ, സഭ അവന് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സഭ, ദൈവജനത്തിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ഇതാ പരിശുദ്ധാത്മാവ് നിറയാനായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബിഷപ്പോ, ഒരു വൈദികനോ, ഒരു കന്യാസ്ത്രീ അമ്മയോ ആരെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ അധികാരികൾ പിടിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി കോടതിയിലെത്തിച്ചു. ഉടനെ തന്നെ ഫേസ്ബുക്കും വാട്സപ്പിലും ഇരുന്നുകൊണ്ട് ഇങ്ങനെ എഴുതാൻ തുടങ്ങും അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതി വയ്ക്കുന്നത്. ആരാ ഇതൊക്കെ എഴുതുന്നത്?
മറ്റു മതസ്ഥരാണോ? അല്ല. സത്യക്രിസ്ത്യാനികൾ ഫേസ്ബുക്കിലുള്ള കമൻറ്റുകൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ആ അച്ഛൻ അങ്ങനെ തന്നെ വേണം, ഈ കന്യാസ്ത്രീയമ്മയ്ക്ക് ഇങ്ങനെ തന്നെ വേണം അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദിമ ക്രൈസ്തവ ജനത ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരുത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ജനം മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മളോ ഇന്നെല്ലാവരും ഇരുന്ന് കുത്തിയിരുന്നിട്ട് കമൻറ്റുകൾ എഴുതിക്കൊണ്ടിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരുടെ ഫോക്കസ് മുഴുവൻ അതായിരുന്നു, പ്രാർത്ഥനയായിരുന്നു അവരുടെ അടിസ്ഥാനം. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ് ആ ദൈവജനത മുമ്പോട്ട് നയിക്കപ്പെട്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം. എന്നിട്ട് ഈ പത്രോസ് യോഹന്നാനും പുറത്തിറങ്ങി കഴിഞ്ഞ് വന്നപ്പോൾ ഇവർ എന്ത് ചെയ്തെന്നറിയാം. അപ്പോൾ ഇവരോട് പറഞ്ഞു പിന്നീട്, ഏത് വചനം? 4-ാം അധ്യായം 17-ാം തിരുവചനം വായിച്ചേ. എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ആരോടും സംസാരിക്കരുതെന്ന് നമുക്ക് അവരെ താക്കീത് ചെയ്യാം. അവർ അവനെ വിളിച്ച്, 18-ാം വചനം, അവർ അവനെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്നും കൽപ്പിച്ചു. കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? ഇനി മേലിൽ യേശുവെന്ന് പറയുന്നൊരു വാക്ക് പറഞ്ഞേക്കരുത്. ഇനി മേലിൽ സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി നടന്നേക്കരുത്. നമ്മളോടാണ് അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ എന്തു ചെയ്യും? എന്നാൽ പിന്നെ ഞാൻ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ലേ, ഞാനായിട്ട് മറ്റുള്ളവർക്കൊന്നും വിഷമം വരുത്തുന്നില്ലേ എന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് നിർത്തിക്കളയും. എന്നാൽ ആദിമ ക്രൈസ്തവ സമൂഹം അങ്ങനെയല്ലെന്ന്. പത്രോസിനോട് യോഹന്നാനോടും പറഞ്ഞു, എടാ ഇനി മേലെ മിണ്ടിയേക്കരുത്. എന്നിട്ട് അവർക്ക് താക്കീത് കൊടുത്ത് പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഇവർ വേറെ സ്ഥലത്തോട്ട് പോകണ്ട, അങ്ങോട്ടൊന്നും പോയില്ല. ഇവരെങ്ങോട്ട് പോയി? വചനം ഒന്ന് വായിച്ചേ. 4-ാം അധ്യായം അതിൻ്റെ 23-ാം തിരുവചനം. മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി. അവരെങ്ങോട്ട് പോയി? അവരൊളിച്ചോടിയില്ല, അവർ വേറെ രാജ്യങ്ങളിലേക്ക് പോയില്ല, മറിച്ച് അവർ തിരിച്ചെത്തി. എന്നിട്ട് പുരോഹിതന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. ജനങ്ങളോട് പറഞ്ഞു, ജനമേ ഇതാണ് നമ്മുടെ അവസ്ഥ. ഈശോയുടെ നാമം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനാവും. ഇനി നമുക്ക് സുവിശേഷ പ്രഘോഷണമില്ല, ഇനി ധ്യാനകേന്ദ്രങ്ങളില്ല, ഇനി കൺവെൻഷനുകളില്ല, ഇനി പ്രാർത്ഥനാ കൂട്ടായ്മയില്ല എന്നാണ് അധികാരികൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കാൻ പോകുന്നത്? ഇനി ധ്യാനകേന്ദ്രം വേണ്ടെന്ന്, ഇനി പ്രാർത്ഥനയൊന്നും വേണ്ടെന്ന്, ഇനി യേശുവെന്ന് പറയുന്നൊരു വ്യക്തിയെക്കുറിച്ച് മിണ്ടിയേക്കരുത്. അപ്പം നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ഉടനെ തന്നെ എല്ലാം നിർത്തും. ആണോ? ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രാർത്ഥന എടുത്ത് വായിച്ചു നോക്കണം. വചനം കേൾക്കുന്നു, 24-ാം തിരുവചനം. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു. എങ്ങനെ? ഏക മനസ്സോടെ. ഇത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ, ഒറ്റ മൈൻഡ്, ഒറ്റ ചിന്തയോടുകൂടെ അവർ ഏക മനസ്സോടെ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, എങ്ങനെ ജീവിതത്തെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ വിഷമിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്നൊരു പാഠം, നീ തമ്പുരാനെ വിളിച്ചു പ്രാർത്ഥിക്കണം. സ്വർഗത്തിൽ നിനക്കൊരു സഹായകനുണ്ടെന്ന്. സ്വർഗത്തിൽ നിനക്കൊരു സഹായകനുണ്ട്. ഈ സ്വർഗത്തിലുള്ള സഹായകനെ നീ വിളിച്ചു പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. കൃപയ്ക്ക് മേൽ കൃപ അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആദിമ ക്രൈസ്തവ സമൂഹം എന്ത് ചെയ്തു? അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? അധികാരികളെ പാമ്പ് കടിക്കണേ, അധികാരികൾക്ക് കൊറോണ വന്ന് നശിക്കണേ, ആ അധികാരി കിഡ്നി രോഗം വന്ന് നശിക്കണേ, ആ അധികാരി പട്ടിണി കിടന്ന് മരിക്കണേ. അങ്ങനെയാണോ പ്രാർത്ഥിച്ചത്? അല്ലെന്ന്. ഇത് ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. നിന്റെ ജീവിതത്തിൽ നിന്നെ ആരെങ്കിലും ഞെരുക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർ നശിക്കട്ടെ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. അവരുടെ ജീവിതത്തിൻ്റെ ദുരിതം കാണാനല്ല ആഗ്രഹിക്കേണ്ടത്. മറിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ്? അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 30-ാം തിരുവചനം. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. കണ്ടോ, അവരുടെ പ്രാർത്ഥന അതാണ്. എന്താ പ്രാർത്ഥന? അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും
അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. അവരെ ആഗ്രഹിച്ചത് മുഴുവൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി. അവരുടെ ഉള്ളിൽ വലിയ ദാഹം, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ദാഹം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ചോദ്യം ഇതാണ്: നീയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അല്ല, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കണമെന്ന്? ജർമ്മനി പോകാൻ, ന്യൂസിലൻഡിൽ പോകാൻ, UK പോകാൻ, സ്ഥലം വിൽപ്പന നടക്കാൻ, വീട് പണി നടക്കാൻ, അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ. എൻ്റെ പ്രിയരെ, ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രാർത്ഥനാ ശൈലി, അവർ പ്രാർത്ഥിച്ചത് മുഴുവൻ ഒറ്റ കാര്യം. ഏതുവാ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്. അവരുടെ ഞെരുക്കത്തിൻ്റെ നടുവിൽ അവരെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ്. പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അവരുടെ സ്വഭാവത്തിൽ അവർ അനുഭവിച്ചുകൊണ്ടിരുന്നതും ഈ പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ, ആത്മാവേ എന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പോരാ പോരാ പോരാ, നന്നായിട്ടൊന്ന് വിളിച്ചേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വരമുയർത്തി വിളിക്കുന്നു, ദാഹത്തോടെ വിളിക്കുന്നു. പോരാ പോരാ പോരാ, നന്നായിട്ട് സ്വരമുയർത്തി വിളിച്ചേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, വിളിച്ചേ 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 വിളിച്ചേ. പരിശുദ്ധാത്മാവേ, സ്വരമുയർത്തി വിളിക്കുന്നു. ആമേൻ. എന്നിൽ നിറയണമേ. ആഗ്രഹിക്കട്ടെ ആഗ്രഹിക്കട്ടെ ആഗ്രഹിക്കട്ടെ. സ്വരമുയർത്തി വിളിച്ചേ, സ്വരമുയർത്തി വിളിച്ചേ, ദാഹത്തോടെ വിളിച്ചേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലേ നമുക്ക് കൃത്യമായിട്ട് വഴികൾ തുറന്നു തരും. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നു. പരിഹാരം ഉണ്ടാവുന്നു. ഏത് വലിയ പ്രശ്നമായിക്കൊള്ളട്ടെ, കണ്ണും പൂട്ടിതേ ഈ ശുശ്രൂഷ സമയത്ത് മുതൽ നിങ്ങൾ തീരുമാനിക്കും, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ഉം 2-ഉം തിരുവചനം പരിചയമുള്ള വചനമാണ്, എങ്കിലും ഈ വിഷയം മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ഉം 2-ഉം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. കണ്ടോ വചനം? ഭൂമി രൂപരഹിതവും. എന്താണ് അതിൻ്റെ പ്രത്യേകത? രൂപരഹിതം. രൂപമില്ല, രൂപമില്ല, ഷെയ്പ്പില്ല. രൂപമില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇപ്പം നമ്മളൊരു വാഴ കണ്ടാൽ അറിയാം, ഒരു തെങ്ങ് കണ്ടാൽ അറിയാം, അല്ലേ? ഒരു മാവ് കണ്ടാൽ അറിയാം, അതിന് രൂപമുണ്ട്, ഒരു രൂപമുണ്ട്. മനുഷ്യരെ കണ്ടാൽ അറിയാം, രൂപമുണ്ട്. ഇനി രൂപമില്ലെങ്കിലോ? ഇപ്പം രൂപം ഉണ്ടായിട്ട് ഈ അവസ്ഥ, ഇനിയിപ്പോൾ രൂപം കൂടെ ഇല്ലെങ്കിലോ? അപ്പോൾ വചനം പറയുന്നു, സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്തായിരുന്നു അവസ്ഥ? രൂപരഹിതമായിരുന്നു. രണ്ടാമത്തെ കാര്യം ശൂന്യമായിരുന്നു. ശൂന്യം, എംറ്റിനെസ്, ഒന്നുമില്ല, ശൂന്യം. മൂന്നാമത്തെ കാര്യം അന്ധകാരം, ഡാർക്ക്നെസ്. എല്ലായിടത്തും കൂരിരുട്ട്, മൊത്തം നെഗറ്റീവാണെന്നർത്ഥം. ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമ്മൾ അനുദിനം അനുഭവിക്കുന്ന കാര്യങ്ങളാണ്, ഇല്ലേ? എത്രയോ സമയങ്ങളിലാണ് എന്തു ചെയ്യണമെന്നറിയില്ല, ഒരു പിടുത്തമില്ല, രൂപമില്ലെന്ന്. നമ്മുടെ ജീവിതത്തിലെ എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല, ഒരു രൂപമില്ല. മകളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ട് അപ്പം വന്നിട്ട് പറയുന്നു, അച്ഛാ ഇവളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടെ ഒരു പിടുത്തം കിട്ടുന്നില്ല, ഒരു രൂപം കിട്ടുന്നില്ല. പഠനകാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങാൻ പറ്റാതെ കോളേജിൽ പഠിക്കുന്നൊരു കുട്ടി വന്നിട്ട് പറഞ്ഞത്, അച്ഛാ എന്താ ചെയ്യേണ്ടെന്നറിഞ്ഞുകൂടെ ഒരു എഴുത്തും പിടുത്തം കിട്ടുന്നില്ല. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള അവസ്ഥ തന്നെയാണ്. എന്താ ചെയ്യേണ്ടെന്നറിഞ്ഞുകൂടെ ഒരു പിടുത്തം കിട്ടുന്നില്ല, രൂപമില്ല, രൂപമില്ല. രൂപരഹിതമായ വയ്ക്കും മുൻപിൽ ശൂന്യത, ശൂന്യത, എംറ്റിനെസ്, ശൂന്യത. പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ജീവിക്കാൻ തോന്നുന്നില്ല, എഴുന്നേറ്റ് നടക്കാൻ തോന്നുന്നില്ല, ജോലി ചെയ്യാൻ തോന്നുന്നില്ല. നമുക്ക് സംഭവിക്കും. അന്ധകാരം, നെഗറ്റീവേ. രാവിലെ തൊട്ട് തലയ്ക്കകത്തോട്ട് നെഗറ്റീവ് ചിന്ത, 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 ചിന്ത. ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, നിന്റെ ജീവിതം നശിച്ചു, തീർന്നു. നെഗറ്റീവ്, വായിൽ നിന്ന് വീഴുന്ന വാക്ക് നെഗറ്റീവ്. അങ്ങനെ സംഭവിക്കും. അപ്പം അന്ധകാര രൂപമായ, അപ്പോൾ ശ്രദ്ധിച്ചേ, അതായത് രൂപരഹിതമായവ,
ശൂന്യമായവ അന്ധകാരമായവയ്ക്ക് മുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് റൂഹാ എലോഹിം, റൂഹാ എലോഹിം, ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവയ്ക്കെല്ലാം രൂപം കിട്ടി, അവയ്ക്കെല്ലാം നിറവ് കിട്ടി, അവയുടെ ഇരുട്ട് മാറി. എൻ്റെ പ്രിയരെ, നമുക്കും പ്രാർത്ഥിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് പരിശുദ്ധാത്മാ പ്രവർത്തിക്കാൻ തുടങ്ങും. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്തോർത്ത് മാത്രം നമ്മൾ ജീവിക്കരുത്. മറിച്ച് പരിശുദ്ധാത്മാവിന് വട്ടം പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത വഴികളെ പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചു കൊള്ളും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം അതിൻ്റെ 31-ാം തിരുവചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യം അതാണ്. 4-ാം അധ്യായം 31-ാം തിരുവചനം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രിയരെ, നമുക്ക് ആഗ്രഹിക്കാം ഈ അഭിഷേകത്തിന് വേണ്ടി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നമ്മുടെ അനുദിന ജീവിതത്തിൽ കൃത്യം ഫോക്കസ് എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി. പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടും, ഭാരപ്പെടേണ്ടി വരില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടും, ഭാരപ്പെടേണ്ടി വരില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അപ്പോസ്തലന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ ആവർത്തിച്ച് ഈ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ഒറ്റ പന്തക്കുസ്തായിൽ അവസാനിപ്പിച്ചില്ല, മറിച്ച് വീണ്ടും വീണ്ടും. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. 2-ാം അധ്യായം, അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. 4-ാം അധ്യായം അതിൻ്റെ 31-ാം തിരുവചനം നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിച്ചു. 4-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിനെ നമ്മൾ കണ്ടു. ഇതേപോലെ തന്നെ ഈ പത്രോസും യോഹന്നാൻ്റെ ജീവിത അനുഭവമാണ് മുന്നോട്ടുള്ള ഓരോരുത്തർക്കും. മറ്റൊരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മയിൽ കൊണ്ടുവരുന്നു, അത് സ്റ്റെഫാനോസ് ആണ്. 7-ാം അധ്യായം സ്റ്റെഫാനോസിൻ്റെ പ്രസംഗത്തെക്കുറിച്ചാണ്. 7-ാം അധ്യായം 55-ാം തിരുവചനം, ചാപ്റ്റർ 7 വേഴ്സ് 55. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു, ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടോ. അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞെന്നാണ് പറയണത്. ഇത് ബർന്നബാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 11-ാം അധ്യായം അതിൻ്റെ 24-ാം തിരുവചനം, ചാപ്റ്റർ 11 വേഴ്സ് 24. കാരണം അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു. ആരെക്കുറിച്ചാണ്? ബർന്നബാസിനെ കുറിച്ചാണ്. പൗലോസ്ലീഹായെ കുറിച്ചൊരു വചനം, അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 9-ാം തിരുവചനം. പൗലോസ് എന്നുകൂടി പേരുണ്ടായിരുന്ന സാവൂളാവട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. കണ്ടോ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 52-ാം തിരുവചനം, ചാപ്റ്റർ 13, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 13 വേഴ്സ് 52. ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനഭാഗം നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിനോട് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ പ്രാർത്ഥനാ ശൈലി. ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കരുത്, മറിച്ച് ഇറ്റ് ഈസ് ആൻ ഓൺഗോയിങ് ഫോർമേഷൻ. ജീവിതത്തിൽ എന്നും പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിക്കുക, പരിശുദ്ധാത്മാവിനോട് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ജനം, പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചു പരിശുദ്ധാത്മാവിനോട് എന്നും സ്നേഹത്തിൽ നിലനിന്നിരുന്ന ജനം. നമുക്കും ആഗ്രഹിക്കാം, പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പരിശുദ്ധാത്മാവെ ഞങ്ങളെ വളർത്തണമേ. ഈ വലിയ ആഗ്രഹത്തോടുകൂടി ആരാധന സമയം നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം, കരങ്ങളൊക്കെ കൂപ്പി ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചെന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ചോദ്യത്തിന് ഈ പരിശുദ്ധ ആരാധനയുടെ മുമ്പിൽ നമ്മൾ ഉത്തരം കണ്ടെത്തുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. പലവിധ ഞെരുക്കങ്ങളും നമുക്കെല്ലാവർക്കും ഉണ്ട്. പത്രോസിനെയും യോഹന്നാനെയും അധികാരികൾ പിടിച്ച് ചോദ്യം ചെയ്തു. ഈ സമയം ജനസമൂഹം മുഴുവൻ പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രാർത്ഥനാ ശൈലി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവരൊറ്റ കാര്യത്തിന് വേണ്ടിയേ പ്രാർത്ഥിക്കുന്നുള്ളൂ. അധികാരികൾ നശിച്ചു പോകാനല്ല, ചുറ്റുമുട്ടത്തുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെടുത്താനല്ല, മറിച്ച് അവർ പ്രാർത്ഥിക്കുന്ന മുഴുവൻ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും പ്രാർത്ഥിക്കേണ്ടത് ഈ അഭിഷേകത്തിന് വേണ്ടിയല്ലേ? പരിശുദ്ധാത്മാവിന് വേണ്ടി. നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഈ പരിശുദ്ധാത്മാവിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ചില നൊവേനകളും ചില പ്രാർത്ഥനകളൊക്കെയായി ചില കാര്യങ്ങൾ സാധിക്കാനായി മാറുന്നുണ്ടോ? അല്ലേ? വിസ പ്രശ്നം മാറാൻ, സ്ഥലക്കച്ചവടം നടക്കാൻ, വീട് പണിയാൻ, ജോലി കിട്ടാൻ. ശരിയാണ്, ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ അൾത്താര നമ്മളോട് പറയാണ്, അതുക്കുമേൽ അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചേർക്കപ്പെടും. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ഒരു പുത്തൻ പന്തക്കുസ്ത അനുഭവം വേണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയരെ, നമ്മുടെ ഫോക്കസ്, നമ്മുടെ പ്രാർത്ഥനാ ശൈലി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട നിലപാടാണ് ഈ ആരാധന സമയം പരിശുദ്ധാത്മാവിന് വേണ്ടി എന്നുള്ള നമ്മൾ തീരുമാനമെടുക്കുന്നത്. ഇതാ കൊളോസ്സുകാർക്ക് ലേഖനം 1:11 പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നു, നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. സക്കറിയയുടെ പുസ്തകം 4:6 സൈന്യ ബലത്താലെയല്ല കരബലത്താലെയുമല്ല, എൻ്റെ ആത്മാവിനാലാണ്. സൈന്യ ബലത്താലെയല്ല കരബലത്താലെയല്ല, എൻ്റെ ആത്മാവിനാലാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, നമുക്ക് സ്വരമുയർത്തി സ്തുതിക്കാം. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ ആരാധന സമയം നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോ. മൈറ്റി അനോയിന്റിങ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് സംഭവിക്കും, നിങ്ങളുടെ നിയോഗങ്ങളിൽ സംഭവിക്കും. പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ആത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. The mighty power, the mighty anointing പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്ക് നിറയട്ടെ. എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ, എല്ലാ തിന്മയുടെ അന്ധകാര ശക്തികളും അഴിയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം. അമേൻ, 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 അമേൻ. കൈകൾ അടിച്ച് ചേർന്ന് പന്തക്കുസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ചൊരിയുന്നു. യെസ്, പോരാ, നല്ല കൈയടി. ആമേൻ, ആമേൻ. നാളിൽ ഉന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. നാളിൽ ഉന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്തിടാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്തിടാൻ. നാളിൽ ഉന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. നാളിൽ ഉന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ചേർന്ന് സന്തോഷത്തോടുകൂടെ
ആമേൻ 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 ആമേൻ. കൈകൾ താഴ്ത്ത് കൈയടിക്കാം. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുക്കാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുക്കാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ് ഇന്നു തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ് ഇന്നു തുറക്കുന്നതാ. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ. കരങ്ങൾ ഉയർത്തി. ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം. ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം. ആണിക്കല്ലു കയറ്റാം ദൈവസഭ നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലെ അല്ല ശക്തിയാലെ അല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. സൈന്യത്താലെ അല്ല ശക്തിയാലെ അല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. വൈദ്യനാലെ അല്ല ഔഷധത്താലല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. വൈദ്യനാലെ അല്ല ഔഷധത്താലല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ സംഭവിക്കട്ടെ. എന്നിൽ നിറയണമേ. പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ കാറ്റടിക്കട്ടെ. എന്നിൽ നിറയണമേ. തടസ്സങ്ങൾ മാറട്ടെ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ. ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ആത്മാവേ പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നവപന്തക്കുസ്തായുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധാത്മാവിന് വേണ്ടി എന്നും ഒരു ബന്ധവും സ്നേഹവും ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുക. നമ്മുടെ ജീവിത വഴികളെ പരിശുദ്ധാത്മാ പുത്തൻ അഭിഷേകത്തിലേക്ക് ക്രമീകരിക്കും. അസ്വസ്ഥതകൾ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും. നിന്റെ ജീവിതത്തിൽ ഒരു കൃപയ്ക്കുമേൽ കൃപ പരിശുദ്ധാത്മാ സമ്മാനിക്കുക. ഇതായി ശുശ്രൂഷ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കും. തുടർന്ന് പരിശുദ്ധ ഈ ആരാധനയുടെ ആശീർവാദം ലഭിക്കാൻ പോവാണ്. നിന്നെ ഇതാ പരിശുദ്ധ അൽത്താര ആശീർവദിക്കുമ്പോൾ നീ നിൽക്കുന്ന സ്ഥലം എവിടെയാണെങ്കിലും നീ വിശ്വസിക്കുക, നിനക്ക് മേൽ വലിയ ദൈവ സംരക്ഷണമാണ്. ഒന്ന് കൈകൾ കൂപ്പിക്കേ, കണ്ണടച്ചേ. എൻ്റെ പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ മുഴുവൻ ഈ പരിശുദ്ധ അൽത്താരയോട് ചേർത്ത് വയ്ക്കുക. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവെ, എൻ്റെ പ്രാർത്ഥനയിലുള്ള മരവിപ്പ് മാറണമേ. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലുള്ള എല്ലാ വിരസതയും ബോറടിക്കുന്ന അവസ്ഥയും മാറട്ടെ.
അനേക എതിർ ചോദ്യങ്ങൾ, ചിന്തകൾ നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ചിന്തകളിൽ അനേക തരത്തിലുള്ള തിന്മകൾ കടന്നു വന്ന് ഭാരപ്പെടുന്നു. കർത്താവെ, ആ മേഖലകൾ ഒരു വിശുദ്ധീകരണം സംഭവിക്കട്ടെ. ഒരു പുത്തൻ പന്തക്കുസ്ത പരിശുദ്ധാത്മാവ് ഞങ്ങൾ സംഭവിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങൾ കരുത്തുള്ളവരാകട്ടെ. ആ വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും ചേർന്ന് കൈകൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ ദേശത്തിൻ്റെ മേലും കർത്താവെ, ഇത് വലിയൊരു ആശീർവാദമായി മാറട്ടെ. ആഗ്രഹത്തോടെ നമുക്ക് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വരമേകണേ, പ്രാർത്ഥന വരമേകണേ, പ്രാർത്ഥന വരമേകണേ, പ്രാർത്ഥന വരമേകണേ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ എന്നും പറയാനുള്ളൂ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.